അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് അരി വറുത്തെടുത്തിരിക്കുകയാണേ. അപ്പോൾ നല്ലൊരു മണമാണ് അരി വറുത്തെടുത്തതിൻ്റെ. അതിനോട് നമുക്ക് പ്രത്യേകിച്ച് വേറൊന്നും ചേർക്കാനായിട്ടില്ല. പിന്നെ വേണ്ടത് ഒരു പാരസെറ്റാമോൾ ഗുളിക, പിന്നെ കുറച്ച് സിമൻറ്റ് പൊടി. അപ്പോൾ സിമൻറ്റ് പൊടി ഇല്ലെങ്കിൽ വൈറ്റ് സിമൻറ്റ് ആയാലും കുഴപ്പമൊന്നുമില്ല. ഇതിപ്പോൾ നമുക്ക് നോണ്ടേ അരി വറുത്തെടുത്തതാണ്. അതൊന്നും നമുക്ക് കല്ലിനകത്ത് വെച്ചിട്ടൊന്ന് ചതച്ചെടുക്കാം. അപ്പോൾ അരി വറുക്കുമ്പോഴത്തേനും നമുക്കിതിനകത്ത് ബിസ്ക്കറ്റും ശർക്കരയും ഒന്നും തന്നെ വേണ്ട. നല്ലൊരു മണമാണ് ഇങ്ങനെ അരി വറുത്തത്. എലി ആ മണം വെച്ചിട്ട് തന്നെ വന്ന് കഴിച്ചിട്ട് പോയിക്കോളും. അപ്പോൾ നമുക്ക് കുറച്ച് സിമൻറ്റ് പൊടി ഒരു കുറച്ച് മാത്രം മതി കേട്ടോ. അപ്പോൾ ഇതിൻ്റെയൊക്കെ അളവ് ഞാൻ കുറച്ചാണ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് എത്രമാത്രം എലിശല്യം ഉണ്ടോ അതിനനുസരിച്ച് നമുക്ക് ഓരോ സ്ഥലത്തും വെക്കേണ്ടതായിട്ടുണ്ട്. അപ്പം എത്രമാത്രം എലിശല്യം ഉള്ളതനുസരിച്ച് നമുക്ക് അതിൻ്റെ അളവുകളൊക്കെ കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇതിപ്പോൾ ഞാൻ പാരസെറ്റാമോൾ ഗുളിക ഒരെണ്ണം മാത്രമാണ് എടുക്കുന്നത്. അപ്പോൾ അതനുസരിച്ച് അതിനുള്ള സാധനങ്ങൾ മാത്രമേ എടുക്കുന്നുള്ളൂ. അപ്പോൾ നമുക്കതൊന്ന് പൊടിച്ചെടുക്കാം. ഇനി നമുക്കിതിനായിട്ട് വേണ്ടത് അരിയാണ്. അപ്പോൾ ആ അരി നമുക്ക് ഇടികല്ലിനകത്തിട്ടൊന്ന് പൊടിച്ചെടുക്കാം. പെട്ടെന്ന് തന്നെ പൊടിഞ്ഞ് കിട്ടും. കാരണം നല്ല രീതിയിൽ വറുത്ത് നല്ലൊരു മണവും ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ പൊടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതില്ലെങ്കിൽ നമുക്ക് മിക്സിക്കകത്ത് വേണമെങ്കിലും പൊടിച്ചെടുക്കാം. ഇപ്പോൾ ഞാൻ കല്ലിനകത്ത് ഇടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ ഗുളിക ഒന്ന് മാറ്റി വയ്ക്കാം പൊടിച്ചത്. ഇനി നമുക്ക് ഇടികല്ലിനകത്തിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഇത്രയും തന്നെ വേണ്ട അരി വറുത്തത്. കാരണം അതിന് നല്ലൊരു മണമായതുകൊണ്ട് തന്നെ നമുക്കത് കുറച്ച് മാത്രം മതി അതിൽ നിന്ന്. അപ്പോൾ അത് നമുക്ക് 2 ടിപ്പായിട്ട് കാണിക്കാം. 2 രീതിയിൽ ചെയ്ത് കാണിക്കാം. നല്ലോണം പൊടിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ. കാരണം നല്ല രീതിയിൽ മൂക്കുന്ന രീതിയിൽ ഞാൻ വറുത്തെടുത്തിട്ടുണ്ട്. നല്ലൊരു മണം വരും. ആ മണമാണ് എലി ആകർഷിച്ച് കൊണ്ടുവരുന്നത്. അപ്പോൾ അത് കഴിച്ചിട്ട് പോവുകയും ചെയ്യും. അതിൻ്റെ റിസൾട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ കിട്ടും കേട്ടോ. കാരണം ഇത് ഞാൻ ചെയ്ത് നോക്കി പരീക്ഷിച്ചതാണ് നിങ്ങൾക്ക് ഇട്ട് തരുന്നത്. കാരണം ഇത് കഴിച്ചിട്ട് എലി ചത്തുപോയി. അത് ഞാൻ കാണിക്കാം വീഡിയോയിൽ. അപ്പോൾ നമുക്ക് ഒന്ന് പൊടിച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ഒരു ബൗളിനകത്തോട്ട് മാറ്റാം. കണ്ടോ. ഇനി നമുക്ക് വേണ്ടത് സിമൻറ്റ് പൊടിയാണ്. അപ്പോൾ നമുക്ക് സിമൻറ്റ് പൊടിയും അതേപോലെ തന്നെ നമ്മൾ പാരസെറ്റാമോൾ ഗുളിക പൊടിച്ചത് അതും പിന്നെ ഇതിൽ നിന്ന് കുറച്ച് മാത്രം അരി വറുത്തതും കൂടെ ഇട്ടാണ് നമുക്ക് ഒരു കിടിലൻ ടിപ്പ് ചെയ്യുന്നത്. കാരണം ഇത് സിമൻറ്റ് കട്ട പിടിക്കും. അത് കഴിച്ച് കഴിയുമ്പോഴത്തേനും ഈ പൊടി അങ്ങ് നക്കി കഴിയുമ്പോഴത്തേനും സിമൻറ്റ് കട്ട പിടിക്കും. അതിൻ്റെ വായിൽ ചെന്നിട്ട് കട്ട പിടിക്കും. അപ്പോൾ അത് വെള്ളത്തിനായിട്ട് ഓടി നടക്കും. വെള്ളം കുടിച്ചാൽ പോലും അതിൻ്റെ വയറ് വീർത്ത് അത് ചത്തുപോകും. അപ്പോൾ ഇതേപോലെ ചെയ്ത് നോക്കുക. ഇതില്ല എങ്കിൽ നമുക്ക് വൈറ്റ് സിമൻറ്റ് ആണെങ്കിലും മതി. ഇതിപ്പോൾ എന്താ ഞാൻ ഈ രീതിയിൽ കുഴച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ആ ഗുളിക പൊടി തട്ടിയിടാം. ഇപ്പോൾ ഏകദേശം 1 ടേബിൾ സ്പൂൺ അളവിൽ സിമൻറ്റ് പൊടി എടുത്തിട്ടുണ്ട്. സിമൻറ്റ് പൊടി നിസ്സാരമായിട്ട് മിക്കയിടത്തൊന്നും മേടിക്കാനൊക്കെ കിട്ടുമല്ലോ. അപ്പം ഗുളികപ്പൊടിയും കൂടി ഇട്ടിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെയൊക്കെ അളവ് കൂട്ടുകയാണെങ്കിൽ ഗുളിക പാരസെറ്റാമോൾ ഗുളിക ഒരു 3-4 എടുക്കേണ്ടതായിട്ട് വരും. ഇതിപ്പോൾ ഞാൻ കുറച്ച് അളവിലാണ് കാണിക്കുന്നത്. ഒരു മണത്തിന് വേണ്ടിയിട്ട് ഞാൻ അരി വറുത്തത് പൊടിച്ചത് ഇതിനകത്തോട്ട് ഇടുകയാണ്. അപ്പോൾ ഇത്രയും മാത്രം മതി. അത് കഴിച്ചോളും. ഉരുളയാക്കാനൊന്നും നിൽക്കേണ്ട കാര്യമില്ല. ഇത് വന്ന് കൂട്ടത്തോടെ എത്ര എലിയുണ്ട് അത്രയും വന്ന് നമുക്ക് നക്കി കഴിച്ചോളും. അതിൻ്റെ വയറെല്ലാം കംപ്ലയിൻ്റ് ആകും. കാരണം ഇത് കഴിച്ചിട്ട് വെള്ളത്തിനായിട്ട് ഓടി നടന്ന് വെള്ളം കുടിക്കുമ്പോൾ തന്നെ വയറിനകം കട്ടയാകും. മനസ്സിലായല്ലോ. അപ്പം ഇതേപോലെ ചെയ്യാത്തവരൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം.